ക്ലാസ് കെമിസ്ട്രിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ ഞാൻ രണ്ട് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അതായത് സോഡിയം, മഗ്നീഷ്യം. സോഡിയം എന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ 1s2, 2s2, 2p6, 3s1, അതായത് 11 സോഡിയം എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് നമ്മൾ അത് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എസിലാണ് ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത്. അതുകൊണ്ട് തന്നെ സോഡിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഒരു എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന വിധം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അവസാനത്തെ എസ് സബ്ഷെല്ലിൽ, ഒരു എസ് ബ്ലോക്ക് എലമെന്റിലെ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്ന എപ്പോഴും അതിന്റെ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ തന്നെയായിരിക്കും. ആ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു എസ് സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയം എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ 3s1 അവസാനിക്കുന്നത്. അതായത് അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്തിരിക്കുന്ന എസിലാണ്. ആ എസ് എന്ന സബ്ഷെല്ലിൽ ആകെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഡിയം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 എന്ന് പറയാം. അടുത്തതായി മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 12 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 1s2, 2s2, 2p6, 3s2 എന്നാണ്. അതായത് അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ 2 ആണ്. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം എന്ന മൂലകത്തിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2ാമത്തെ ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും അത് അവസാനിക്കുന്നത് എസ് ബ്ലോക്കിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. ആ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് അറിയാം, നമുക്കറിയാവുന്ന കാര്യമാണ്. പീരിയോഡിക് ടേബിളിൽ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പുകൾ മാത്രമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണ്ടി കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ് ഒന്നുകിൽ 1ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതായിരിക്കാം. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു ഗ്രൂപ്പ് ഒരു കാരണവശാലും എസ് ബ്ലോക്കിന് ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ എസ് ബ്ലോക്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എളുപ്പമാണ്, മനസ്സിലായി കാണുമല്ലോ. അടുത്തതായിട്ട് നമുക്ക് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ 2 പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p5 ആണ്. അപ്പൊ അവസാനിക്കുന്നത് പി എന്ന സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് പി ബ്ലോക്കിൽ പെടുന്ന മൂലകമാണ്. ബ്ലോക്കും പീരീഡും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സംശയമുള്ളവർ കൂടി കയറി കണ്ടു നോക്കുക. അപ്പോ നമുക്കിനി പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതിലേക്ക് നോക്കാം. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും പി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിയാൽ മതി. എങ്ങനെയാണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അവസാനിക്കുന്ന എസ് സബ്ഷെല്ലിലെയും പി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടുക. അപ്പൊ ക്ലോറിന്റെ കേസ് എടുത്താൽ നമുക്കറിയാം അവസാനിക്കുന്നത് 3s2, 3p5 ആണ്. അപ്പൊ അവസാനത്തെ എസ് ഇതാണ്, അവസാനത്തെ പി ഈ സബ്ഷെല്ലാണ്. നമുക്ക് കൂട്ടി നോക്കാം. എസിനകത്തുള്ളത് 2 ആണ്, അധികം പിയുടെ ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്, അധികം ഒരു 10 കൂട്ടുക 17 എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത്. അതായത് ക്ലോറിൻ ഉൾപ്പെടുന്നത് 17ാമത്തെ ഗ്രൂപ്പിലാണ്. നമുക്കറിയാം ഹാലജൻസ് എന്ന് പറയുന്ന ഫാമിലിയെ കുറിച്ച്. ആ ഒരു ഫാമിലി ഉൾപ്പെടുന്ന മൂലകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ആർഗൺ എന്ന് പറയുന്ന മൂലകത്തിലേക്ക് നോക്കാം. 18 ആർഗണിന്റെ അറ്റോമിക് നമ്പർ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6. 18 ഇലക്ട്രോണുകളായി. ഇത് നമുക്ക് ബ്ലോക്ക് നമുക്കറിയാം പി ബ്ലോക്ക് മൂലകമാണ്. ഇനി പി ബ്ലോക്ക് മൂലകമാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇത് എത്രാമത്തെ ബ്ലോക്കാണ്, എത്രാമത്തെ ഗ്രൂപ്പാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ നമുക്കറിയാം ആ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും അവസാനത്തെ പി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, അധികം പിയിൽ 6 അധികം 10 അല്ലെ 18. നമുക്ക് ചെക്ക് ചെയ്യാം. ആർഗൺ 18ാമത്തെ ഗ്രൂപ്പ് മൂലകമാണ്. അതായത് നോബിൾ ഗ്യാസസ് എന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന മൂലകമാണ് ആർഗൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിച്ച ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ പീരിയഡും ബ്ലോക്കും കൂടി ഞാനൊന്ന് പറയാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഉള്ളതാണ്. നിങ്ങൾ നോക്കുക, ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്തിയാലും അതിൽ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണോ ആ സബ്ഷെല്ലിലാണ് നമ്മൾ അതിന്റെ ബ്ലോക്ക് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പിയിലാണ്, പി എന്ന സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് എന്ന് പറയുന്നത് പി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നിന്ന് പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിലെ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. അതായത് ഈ സബ്ഷെല്ലിന്റെ നമ്പറിലെ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. നമുക്കറിയാം, ഇത് കണ്ടാൽ അറിയാം 3 ആണ് ആ വലിയ സംഖ്യ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പീരീഡ് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. അടുത്തതായിട്ട് ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇവിടെയും അതേ രീതി തന്നെയാണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് പി നമുക്കറിയാം, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നത്. അടുത്ത പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 3 തന്നെയാണ്. ഇതാണ് പീരീഡ്. അപ്പോ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ഇത് മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞത് അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും പി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിയാൽ മതി എന്നാണ്. നമുക്ക് അവസാനത്തെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാലും മതി. രണ്ടും തുല്യമാണ്, അല്ലെങ്കിൽ രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. കാരണം എന്താണ്? ഈ 12 എന്ന് ഞാൻ പറഞ്ഞതിൽ ഉള്ള 2 എന്ന് പറയുന്നത് ഈ എസ് സബ്ഷെല്ലിൽ തൊട്ട് മുന്നിലുള്ള എസ് സബ്ഷെല്ലിൽ 2 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നുകിൽ അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും പി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടാം, അല്ലെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടാം. രണ്ടായാലും ഉത്തരം ശരി തന്നെയാണ്. അടുത്തതായി നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അടുത്തതായി ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ 2 ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ക്രോമിയം 24ാമത്തെ മൂലകമാണ്. നമുക്കറിയാം ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന ഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. അപ്പോൾ ഒരു ഡി ബ്ലോക്ക് മൂലകത്തിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആ മൂലകത്തിന്റെ ഗ്രൂപ്പ്, ഡി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ഇവിടെ എസ് സബ്ഷെൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, ഇവിടെ 5 ഡിയിൽ മൊത്തം 6. അതായത് ക്രോമിയം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6ാമത്തെ ഗ്രൂപ്പായിരിക്കും. ഇനി അടുത്തതായി നമുക്ക് സിങ്ക് എന്ന് പറയുന്ന എലമെന്റ് നോക്കാം. 30ാമത്തെ മൂലകമാണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10 ആണ്. അപ്പോൾ സിങ്ക് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും അവസാനത്തെ ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അവസാനത്തെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. 2 + 10 12. സിങ്ക് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഓരോ ബ്ലോക്കിലെയും എസ്, പി, ഡി 3 ബ്ലോക്കുകളിലെയും ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.